ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് കുക്കറിൽ ഒരു നാടൻ ചിക്കൻ കറിയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് ആ കുക്കർ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് 2 ഏലക്ക, 2-3 ഗ്രാമ്പു, പട്ട, പിന്നെ ഒരു ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഒരു കൂടം വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്താണ്. അത് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കിനും നമ്മൾ 2 സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള വഴറ്റി വരുമ്പോഴത്തേക്കിന് ഒരു തക്കാളിക്ക ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളിയും വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിക്ക് കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം മാത്രമായിട്ട് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല യോജിപ്പിച്ചിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഒരുപാട് വേണമെങ്കിൽ 1.5 കപ്പ് വെള്ളമൊക്കെ ഒഴിക്കാം. ഇതുപോലെ പൊട്ടറ്റോ ചേർത്താൽ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി കിട്ടും. ഇനി നമുക്ക് മൂടി വെച്ച് 1 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോഴത്തേക്കിനും 1 വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി. ഇതിൻ്റെ പ്രഷറെല്ലാം പോയി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ജോലിക്ക് പോകുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുക്കറിൽ വെച്ച് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി തന്നെ കടായിൽ വെച്ചാൽ മതിയാവും. നമ്മുടെ ചിക്കൻ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെയും കൂടി ഒന്ന് പരിഗണിക്കും. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.